തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇത്രയും വലിയൊരു അപമാനം അവർക്ക് ഉണ്ടായി കൊടുത്താൽ അവര് ഈ ലോകത്തെങ്ങനെ ജീവിക്കുന്നു നീ ചിന്തിച്ചോ? നിന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല ധൈര്യമുണ്ട്, എല്ലാം സഹിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ എന്റെ മകളാണ് ഞാൻ ചെയ്തെങ്കിൽ ഞാനപ്പോ തന്നെ ജീവൻ ഒടുക്കേനി. ഇയാൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മകൻ ചെയ്തതിന് ഇങ്ങനെ പ്രതികരിക്കുന്ന ഇയാള് പാർവതി പ്രഗ്നന്റ് ആണെന്നറിഞ്ഞ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രശ്നമല്ല എവിടെ ചെന്ന് അവസാനിക്കാനാണോ പോകുന്നേ ആവോ. ദൈവം എനിക്ക് നല്ലൊരു മകനെ തന്നില്ല, പക്ഷെ അതിന് പകരം എനിക്ക് 2 പെൺകുട്ടികളെ തന്നു. അവർ രണ്ടും എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ചെറുക്കനെ കണ്ണും മൂട്ടി അവർ കല്യാണം കഴിക്കും. അവര് എന്നെ പോലെ പ്രേമിച്ച് നടന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം കളയില്ല. അച്ഛനും അമ്മയും കണക്കാ. എങ്ങനെയെങ്കിലും പാർവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി പ്രിയനാണെന്ന് വരുത്തി തീർത്ത് അവനുമായി അവളുടെ കല്യാണം നടത്താന്ന് കരുതിയിരിക്കുമ്പോഴാ ഇവരുടെ വരവ്. ഓ, ഇക്കാലത്തും പ്രേമത്തെ എതിർക്കുന്ന മാതാപിതാക്കളുണ്ടോ? എല്ലാം ഇവളുടെ തൊലതെറിച്ച ചേട്ടൻ കാരണോ? ലക്ഷ്മിയും പാറുവും അവർ സ്നേഹമുള്ള മക്കളാ. ഞങ്ങൾ പറയുന്നതിനപ്പുറം അവർ നിൽക്കില്ല. ഇതെന്താടി അച്ഛൻ ഇങ്ങനെ പറയുന്നേ? ഇങ്ങനെയാണെങ്കിൽ പ്രിയനും പാറും തമ്മിൽ ഇഷ്ടത്തിലെന്നറിഞ്ഞ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും? നീ ഒന്ന് മിണ്ടാതെ നിക്ക്. നിന്നെ പോലുള്ളവർക്ക് ഓടിപ്പോയി കല്യാണം കഴിക്കാൻ എവിടുന്ന ധൈര്യം കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തൊക്കെ തെറ്റ് ചെയ്താലും കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായാൽ എല്ലാം മറന്ന് നിങ്ങളെ അച്ഛനും അമ്മയും സ്വീകരിക്കുന്ന ഒരു വിശ്വാസം അല്ലേ? ഇത്രയും പേരുടെ പ്രാക്ക് തലേ പേറി നിനക്കൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ അതൊരു ശാപമായിരിക്കും. അങ്ങനൊരു കുഞ്ഞിനെ എന്റെ കുടുംബത്തിൽ വേണ്ട. ഞാനതിനെ ഒരിക്കലും എന്റെ ചോരയെ അംഗീകരിക്കില്ല. എന്റെ മകൻ പണ്ടേ മരിച്ചുപോയി. എനിക്ക് ആകെയുള്ളത് 2 പെൺകുട്ടികൾ മാത്രമാണ്. വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി അവരെ ദ്രോഹിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഇനി മേലിൽ നീ എന്റെ കുടുംബത്തിൽ ആരുമായി സംസാരിച്ചു പോകരുത്. നിന്റെ നിഴല് പോലും എന്റെ മക്കളുടെ മേൽ വീടരുത്. പ്ലീസ് അച്ഛ. ഇനി നീ ഇവിടെ നിന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. നോക്കിരിക്കാൻ ഇറങ്ങിപ്പോടാ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണ്ട. ഇത് പാറുവിന് വയ്യെന്ന് കേട്ടപ്പോ ഞങ്ങൾ അവൾക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ട് വന്നേ. ഇതിനെ അവൾക്കൊന്ന് കൊടുത്തോട്ടെ. നമ്മൾ ഇറങ്ങിപ്പോടാ. നിന്റെ കരുതലൊന്നും എന്റെ മൂക്ക് വേണ്ട. നിന്റെ കൈകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം വിഷത്തിന് തുല്യമാ. നീ ഇറങ്ങിപ്പോടാ. പോകല്ലേ പറഞ്ഞേ. ചേട്ടനോട് ഇത്രയും കാലമായിട്ടും അച്ഛനും അമ്മയ്ക്കും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ അവസ്ഥ അറിഞ്ഞ മോളെ, നീ എന്താ മോളെ ഇവിടെ നിന്നിരിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ കാർത്തികിനോട് പ്രതികരിച്ചത് കൂടി പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിലതാണെന്ന് എനിക്കറിയാം.
നിനക്ക് എന്റെ സ്വഭാവം തന്നെ കിട്ടിയെന്ന് നാട്ടിൽ പലരും എന്നോട് പറയാറുണ്ട്. നമ്മളോട് പരിചയമുള്ള ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്താലും അവരുമായുള്ള ബന്ധത്തെ മാനിച്ച് നമ്മൾ അവരോട് ക്ഷമിക്കും. ആളുകൾ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരുപാട് അഭിമാനം തോന്നാറുണ്ട്. എന്റെ മോൾക്ക് എല്ലാരെയും ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. നാളെ നിന്നെ ഒരു കുടുംബത്തിലെ കല്യാണം കഴിച്ചു വിട്ടാൽ അവിടെയുള്ളവരെല്ലാം സ്നേഹിച്ച് നീ കൂടെ നിർത്തും എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ക്ഷമയും സഹനശക്തിയും അതർഹിക്കുന്നവരോട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. കുടുംബത്തെ ചതിച്ച് നടറോഡിലോട്ട് കൊണ്ടുവന്നവരോട് ഒരു കാരണവശാലും നീ ക്ഷമിക്കാൻ പാടില്ലായിരുന്നു. അച്ഛാ, എന്താ മോളെ? കാലുപിടിച്ച് മാപ്പ് പറയാൻ വന്നെന്റെ ചേട്ടനെ പ്രാഗി അപമാനിച്ചു വിടാൻ മാത്രം നിന്റെ അച്ഛൻ മോശക്കാരനായി പോയോ എന്നല്ലേ ചിന്തിച്ചത്? ഞാൻ അങ്ങനൊന്നും കരുതിയില്ല അച്ഛാ. അങ്ങനെ നീ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുടുംബത്തെ ചതിച്ചവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് 100 വട്ടം ആവർത്തിക്കും. ഒരാള് ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നാ ക്ഷമിക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറയാറുള്ളത്? അറിയാതെ തെറ്റ് ചെയ്തവരെ കുറിച്ചാ അത് ഞാൻ പറഞ്ഞത്. വീട്ടുകാരെ മുഴുവൻ കടക്കണയിലേക്ക് തള്ളിവിട്ടൊരുത്തൻ മാപ്പർഹിക്കുന്നില്ല. അവനൊരു കുലദ്രോഹിയാ. അവന് ഞാൻ കൊല്ലാതെ വിട്ടത് തന്നെ വലിയ കാര്യമാണ്. മോളെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്നത് തെറ്റില്ല. കാരണം അവൻ നിനക്കെതിരെ നിൽക്കുകയാണെന്ന് തുറന്ന് സമ്മതിക്കുന്നവനാ. അതിനൊരു അന്തസ്സുണ്ട്. പക്ഷേ കൂടെ നിന്ന് പുറയുന്ന കുത്തുന്നവനോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവൻ നിന്നോടെന്തെങ്കിലും സങ്കടങ്ങൾ പറഞ്ഞു കരഞ്ഞ് നിന്റെ മനസ്സ് മാറ്റിക്കാണും. പക്ഷേ നാളെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൻ നിന്നെ ചതിക്കില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? കുടുംബ വിഷയങ്ങളിൽ നീ എന്ത് തീരുമാനമെടുത്താലും അച്ഛനനുസരിച്ച് നിൽക്കും. കാരണം ഈ പ്രായത്തിൽ തന്നെ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നീ ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. പക്ഷേ കാർത്തികനെ വീണ്ടും നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാക്കാനോ നാട്ടുകാരുടെ മുമ്പിൽ അവനോട് ഞാൻ ക്ഷമിക്കണമെന്നോ നീ എന്നോട് ആവശ്യപ്പെടരുത്. അങ്ങനെ നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല. അച്ഛാ, മോളെ, അച്ഛൻ കാശും സ്വത്തും സമ്പാദിച്ചിട്ടില്ല. ആകെയുള്ളത് നാട്ടുകാരുടെ മുമ്പിലുള്ള ഗൗരവവും അഭിമാനവും. എനിക്ക് ഏറ്റവും വലുത് അതുതന്നെ. നിന്റെ ചേട്ടനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ടാ പോയത്. അതെനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല.